കേരളത്തിൽ ആദ്യമായി ബയോഡീഗ്രേഡബിൾ എയർവേ സ്റ്റെന്റിംഗ് നടത്തി കൊച്ചി അമൃത ആശുപത്രി. ശ്വാസനാളിയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനാണ് ഈ നൂതന മാർഗം സ്വീകരിക്കുന്നത്. 8 മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ 2 യുവതികൾക്കാണ് ശ്വസന പ്രക്രിയ സുഗമമാക്കിയത്. ശ്വാസകോശ ചികിത്സാ രംഗത്ത് നിർണായക നേട്ടവുമായി കൊച്ചി അമൃത ആശുപത്രി. കേരളത്തിൽ ആദ്യമായി ബയോഡീഗ്രേഡബിൾ എയർവേ സ്റ്റെന്റിംഗ് വിജയകരമായി നിർവഹിച്ചു. ഇതോടെ ക്ഷയരോഗാനന്തരമുണ്ടാകുന്ന ശ്വാസനാളിയിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ ഈ നൂതന മാർഗം സ്വീകരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 3ാമത്തെയും കേന്ദ്രമായി അമൃത ആശുപത്രി മാറി. അമൃതയിലെ ഇന്റർവെൻഷണൽ പൾമണോളജി ആൻഡ് കോംപ്ലക്സ് എയർവേ ഡിസോർഡേഴ്സ് വിഭാഗമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ശ്വാസനാളിയിൽ കടുത്ത തടസ്സമുണ്ടായിരുന്ന 2 യുവതികളിലാണ് 8 മണിക്കൂർ നീണ്ട സങ്കീർണമായ ബ്രോങ്കോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ ശ്വസന പ്രക്രിയ സുഗമമാക്കിയത്. ശ്വസനനാളിയിലെ തടസ്സം നീക്കിയ ശേഷം സ്ഥാപിക്കുന്ന ഈ പ്രത്യേക സ്റ്റെന്റുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ശരീരത്തിൽ തന്നെ അലിഞ്ഞു ചേരുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് രോഗികൾക്ക് ഭാവിയിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സഹായിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഏകോപനത്തിന്റെയും ഫലമായാണ് ഈ അപൂർവ നേട്ടം കൈവരിക്കാനായതെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫ് പറഞ്ഞു. ശസ്ത്രക്രിയയിൽ ഡോക്ടർ ഡോൺ ജോസ്, ഡോക്ടർ ശ്രീരാജ് നായർ തുടങ്ങിയവരും പങ്കാളികളായി. ക്ഷയരോഗാനന്തരമുണ്ടാകുന്ന ശ്വാസനാളി ചുരുങ്ങൽ, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ കൂടാതെ ശ്വാസനാളിയിലെ മറ്റ് തടസ്സങ്ങൾക്കും ഇത്തരത്തിലുള്ള ബയോഡീഗ്രേഡബിൾ എയർവേ സ്റ്റെന്റിംഗ് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കുമെന്നും ഡോക്ടർ ടിങ്കു ജോസഫ് കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി.